ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഡ്രൈവേളിലാണ് കളിക്കാൻ പോണേ. ഗായ്സ്, നിസാൻ സ്കൈലൈനല്ലേ കിടക്കണേ? ഓക്കെ, ഒന്ന് റെഡിയാക്കി എടുത്താലോ? റീസ്റ്റോർ ചെയ്യാം. ഗായ്സ്, ഞാനൊന്ന് ഗിയർ മാറ്റട്ടെ. ഗായ്സ്, അത്യാവശ്യത്തിന് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. നമുക്കിത് ഒരു സ്ഥലം, നമ്മുടെ കസ്റ്റം ചെയ്യണ സ്ഥലത്തേക്ക് എത്തിക്കണം. ഗിയർ മാറ്റിയേക്കാം. ഗായ്സ്, 100-ലൊക്കെ പോയാൽ മതി. നമുക്ക് ഇത്രയിൽ പോവാം. വണ്ടിയുടെ എൻജിനെല്ലാം കുഴപ്പമുണ്ടെങ്കിൽ പണി വാളും. ഈ വണ്ടി നല്ല കണ്ടുപരിചയമുള്ള പോലെ തോന്നുന്നു ഗായ്സ്. നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിങ്ങനെ വേഗം റെഡിയാക്കി എടുക്കണം. ഇതുപോലെ ഡ്രൈവേളിൻ്റെ വേറെ വെറൈറ്റി വീഡിയോസ് കൊണ്ടുവരാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ സെറ്റാക്കും. നോക്കാം. നിങ്ങൾ പറയണ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഗായ്സ്, ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കിയുള്ളത്, വീലൊക്കെ ആകെ റിമൊക്കെ ആകെ തുരുമ്പ് പിടിച്ചടക്കാണ് ഗായ്സ്. ഡ്രിഫ്റ്റൊക്കെ നല്ല സ്മൂത്തായിട്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വർക്കാവുണ്ടോ നോക്കാം. അത്ര പോരാ ഗായ്സ്. വർക്കാവുണ്ടോന്ന് ചോദിക്കുകയാണെങ്കിൽ വർക്കാവുണ്ട്, പക്ഷെ മിന്നി കത്താണ്. കണ്ട ഗായ്സ്? അപ്പം നമുക്ക് നമ്മുടെ സ്ഥലം ഇവിടെ അടുത്താണ്. നമുക്ക് പോവാം. കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് പോവാം. അവിടെ ആ ഒരു സൈഡിലാണ് നമ്മുടെ സ്ഥലം. വെച്ചിട്ട് റേസിന് പോകാൻ പറ്റുമോ നോക്കാം. ജയിക്കുകയാണെങ്കിൽ ജയിച്ചു. ഇന്റീരിയർ ഇങ്ങനെയാണ്. ഇന്റീരിയറിനൊന്നും പറ്റിയിട്ടില്ല. അയ്യോ ഗായ്സ്, അത് നമ്മൾ ഇടിക്കാൻ വന്നു. ഞാൻ വണ്ടി വെട്ടിച്ചില്ലെങ്കിൽ പണി പാടിയനെ ഗായ്സ്. ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് റെഡിയാക്കാം ഗായ്സ്. അപ്പം ഞാനിത് റെഡിയാക്കിയിട്ട് വീണ്ടും വരാം. ഗായ്സ്, വണ്ടി റെഡിയാക്കി വന്നപ്പോൾ തിളക്കത്തിൻ്റെ രാജാവായി ഗായ്സ്. നമ്മുടെ നിസാൻ സ്കൈലൈൻ അടിപൊളിയായിട്ടുണ്ട്. നോക്കി ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റിയിട്ട് വീണ്ടും വരാം ഗായ്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, നമ്പർ പ്ലേറ്റിൽ സ്കൈലൈൻ എഴുതിയിട്ടുണ്ട്. അതും ഇത് ജപ്പാനിലത്തെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ജപ്പാനിൽ ഓടിക്കാം. അപ്പോൾ ഞാൻ ജപ്പാനിലെത്തട്ടെ ഗായ്സ്. നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ ജപ്പാനിലാണ്. ഇതെന്തുട്ടാന്ന് എനിക്കറിയില്ല. അയ്യോ ഗായ്സ്, ഇതാണ് നമ്മുടെ സ്കൈലൈൻ. ഇവിടെ ചെറിയ വഴികളാണ് ഗായ്സ്. ഓടിക്കാൻ ഇച്ചിരി പാടാണ്. പതുക്കെ അങ്ങോട്ട് ഓടിക്കുക. വഴി എനിക്കറിയില്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ്. സൗണ്ട് കേൾക്കണ്ട ഗായ്സ്. ചെറിയ ടണലാണ്. ഓടിക്കാൻ നല്ല പാടാണ് ഗായ്സ്. ജപ്പാൻ. നമുക്ക് ഇതിലൂടെ പോവാം. ഇവിടെ കയറ്റം പോലെ ഉണ്ട് ഗായ്സ്. അയ്യോ, ചെറുതായിട്ടൊന്നിടിച്ചു. അതാരാന്ന് എനിക്കറിയില്ല. നമ്മള് ജപ്പാന്റെ സ്വന്തം നിസാൻ സ്കൈലൈനാണ് ഓടിക്കണേ ഗായ്സ്. ഈ ടണൽ അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ലേ ഗായ്സ്? ഇതൊരുമാതിരി ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ പോണ പോലത്തെ ഒരു പാലം ഗായ്സ്.
പാലം കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. ചെറിയൊരു ഡ്രിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രിഫ്റ്റ് അടിക്കാൻ നല്ല പാടാണ് ഗായ്സ്. ഇതെവിടെ ഏതൊരുത്തൻ മിയാറ്റല്ലേ അത് അറിയില്ല. നമുക്ക് ഇവിടെ നൈസായിട്ടൊന്ന് വണ്ടി നിർത്തിയേക്കാം. ഈ വണ്ടി എൻ്റെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. പക്ഷേ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളത് കൊണ്ടുവരും ഗായ്സ്. സ്കൈലൈൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈശോയെ വി ആർ റോഡ് ടു 100 സബ്സ് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊരു 50 വരെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കാരണമാണ് ഗൈസ് നമ്മൾ പൊങ്ങി തന്നെ. അതുകൊണ്ട് ഒന്ന് സഹായിക്കണം. അയ്യ, ഡ്രൈവിങ് എനിക്ക് അത്ര വശമില്ല ഗൈസ്. സ്കൈലൈൻ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ വിറ്റതാ. പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് ബുക്കി കുട്ടിപ്പാനാ ഗായ്സ്. ജപ്പാൻ ഒരു അടിപൊളി സ്ഥലമാണ്. നല്ല വ്യൂ ഉണ്ട്. നമ്മളിപ്പോൾ ഏതൊരു പാലത്തിൻ്റെ മുകളിലൂടെയാണ് പോണേ. ഇടിച്ചു ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. സ്കൈലൈൻ ഫാൻസ് എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ.